അനൂപുമായിട്ടുള്ള സൗഹൃദം പോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഒരു വലിയ കോമ്പിനേഷൻ ആയിരുന്നു കൃഷ്ണ പൂജപ്പുര, സജി സുരേന്ദ്രൻ. അതെല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു സംഭവം? അത് ഹാസ്യപ്രധാനമായിട്ടുള്ള സിനിമകൾ അല്ല, സജീര പടത്തിൽ ഞാൻ എല്ലാം ചെയ്തിട്ടില്ല. കൃഷ്ണേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ, കൃഷ്ണേട്ടൻ എനിക്ക് സമ്മാനിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം വേറിട്ട കഥാപാത്രങ്ങളായിട്ടുള്ളൂ. ഇപ്പോൾ ഇവർ വിവാഹിതരായാലെന്ന് പറയുന്ന സിനിമ 100 ദിവസത്തോളം ഓടിയ സിനിമയാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ ഒരു വിവേക് എന്ന് പറയുന്ന ഒരു 21-കാരൻ്റെ ഒരു വേഷമായിരുന്നു. അത് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രം തന്നെയാണ്. അതുപോലെ തന്നെ ഹാപ്പി ഹസ്ബൻഡ്സിൽ എല്ലാത്തിനും നടുക്ക് വിട്ടുപോയ ഒരുത്തൻ്റെ കഥ. അതുപോലെ തന്നെ 4 ഫ്രണ്ട്സിലെ വളരെ ശക്തമായ അമീർ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ കൃഷ്ണേട്ടന് എന്നോടുള്ളൊരു വിശ്വാസമുണ്ട്, ഇതൊക്കെ കൊടുത്താൽ ജയന് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു സിനിമ കൂടി ജനിച്ചിരിക്കുന്നത്, കുഞ്ഞളിയൻ എന്ന് പറയുന്ന സിനിമ. കുഞ്ഞളിയനിലും ഈ പറഞ്ഞതുപോലെ ആർക്കും വേണ്ടാണ്ട് കിടക്കുന്ന ഒരുത്ത കുഞ്ഞളിയൻ നാളെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരുത്തനായി എങ്ങനെ മാറുന്നു എന്നുള്ളൊരു. പക്ഷേ കൃഷ്ണേട്ടൻ എല്ലാ കഥകളും പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു ഹാസ്യത്തിലൂടെയാണ്. ആ ഹാസ്യം എന്ന് പറയുന്നത് ദ്വയാർത്ഥ പ്രയോഗങ്ങളില്ല എന്നുള്ളതാണ് കൃഷ്ണേട്ടൻ്റെ ഏറ്റവും വലിയ സവിശേഷത. കൃഷ്ണേട്ടൻ എനിക്ക് വേണ്ടി ഒരു കഥ ആലോചിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് സ്ക്രിപ്റ്റ് ഒന്നും ഫുള്ള് കേൾക്കണ്ട, കാരണം എനിക്കറിയാം അത് ആ സജിയോടും കൃഷ്ണേട്ടനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ്. അപ്പോൾ സജി സുരേന്ദ്രൻ്റെ ഏത് സിനിമ എടുത്താലും ഇപ്പോൾ സജിക്ക് ചിലപ്പോൾ ഈ കഥാപാത്രം അവന് ചേരുമെന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം എന്നെ വിളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് വലിയൊരു ഭാഗ്യമാണ്. അത് ഈ പറഞ്ഞതുപോലെ ഒന്നും ഞാനും അനൂപും ഉള്ള സൗഹൃദം പോലെ തന്നെ ഒന്നും ലാഭേച്ഛ ഒന്നും കണ്ടിട്ടുള്ള ഇതൊന്നുമല്ല. ജയസൂര്യക്ക് വെച്ച് അത് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെയൊന്നുമില്ല. കൃഷ്ണേട്ടൻ എഴുതുന്നത് എന്താ പറയുക, നല്ല സിനിമയ്ക്ക് വേണ്ടി മാത്രം ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു റൈറ്ററാണ് കൃഷ്ണേട്ടൻ. അപ്പോൾ അവരോട് വർക്ക് ചെയ്യാനും എനിക്കും വലിയ സന്തോഷമാണ്. ഇപ്പോൾ ഈ സജീരൊക്കെ ലൊക്കേഷനിൽ പോകുക എന്ന് പറയുന്ന ഒരു വീട്ടിൽ പോകുന്ന പോലെ തന്നെയാണ്. കുടുംബമായിട്ടും മാനസികമായിട്ടും നല്ല ബന്ധമുള്ളതിൻ്റെ പേരിൽ ഒരു ഹോംലി ഫീലാണ് അവിടെ. തനിക്കെന്താ കണ്ണ് കണ്ടൂടെ? നിനക്കെന്താ ചെവിയേക്കാൻ പാടില്ലേ? ഇവളുടെ ആങ്ങളല്ലേ ഇവൻ പറഞ്ഞല്ലേ ഇവളുടെ പുറകെ പാട്ടും പാടി നടക്കാൻ പാടില്ലെന്ന്. താൻ ഇതിൽ ഇടപെടണ്ട. ഏതായാലും ജയസൂര്യയായിട്ട് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, സിനിമയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ജയസൂര്യ സിനിമയിൽ നിലനിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു നടന്ന രീതിയിൽ നമ്മുടെ കൺമുൻപിൽ വെച്ച് വളർന്നു വലുതായ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃത്യമായി തൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് സിനിമയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള അതിനെക്കുറിച്ച് ബോധ്യമുള്ള ഒരു നടൻ. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും പ്രേക്ഷകരുടെ പേരിലും ഈ ക്രൂവിൻ്റെ മുഴുവൻ പേരിലും നേരുകയാണ്. വളരെ സന്തോഷം രണ്ടാണ്. ഒന്ന്, ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാനും വേണുവേട്ടനും ഇപ്പോൾ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടി വലിയ ക്യാമറയാണ് എന്നുള്ളതൊരു വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതും വേണുവേട്ടനിൽ വലിയൊരു പ്ലസ് പറയാൻ, ഒന്ന് ആക്ടർ എന്നുള്ള നിലയിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ടറാണെന്ന് വന്ന ദിവസം ഞാൻ പറഞ്ഞു. അത് ഒരു കാര്യമാണ്, അവിടെ ഇരുത്തി സൂചിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഇന്നും വലിയ സന്തോഷം തോന്നിയൊരു കാര്യം, വേണുവേട്ടൻ ഇന്ന് ഇവിടെ ഇരുന്ന് ഗ്യാപ്പ് കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയിട്ടാണ് ഇവിടെ വയ്ക്കുക. എനിക്ക് എൻ്റെ പഴയ കാലം ഓർമ്മ വന്നു എന്നുള്ളതാണ് സത്യം. സാധാരണ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ 4, 5, 6 ചോദ്യങ്ങൾ, സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ കയ്യെ പിടിച്ചുകൊണ്ടാണ് പല അവതാരകരും വരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വേറിട്ട് വാക്കുകൾക്ക് പഞ്ഞമില്ലാത്ത വേണുവേട്ടൻ ചോദ്യങ്ങൾ കുറിച്ചുകൊണ്ട് വന്നപ്പോൾ വലിയ സന്തോഷം തോന്നി. എന്താണെങ്കിലും താങ്ക് യു വെരി മച്ച്. അതും ഞാനൊരു വലിയ കോംപ്ലിമെന്റ്. താങ്ക് യു. കൂടെ പോരുന്നോ നീ തിങ്കൾ പൂവായി